പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. GSTയുടെ ഭാഗത്ത് നമ്മൾ GSTR 1ഉം 2ഉം എന്താണ് എന്നുള്ളതായിരുന്നു നോക്കിയിരുന്നത്. ഇനി അവിടെയുള്ള മൂന്നാമത്തെ ഒരു ഓപ്ഷനാണ് GSTR 3B എന്ന് പറയുന്നത്. മന്ത്ലി നമ്മൾ ടാക്സ് സബ്മിറ്റ് ചെയ്യാനുണ്ടോ ഇല്ലയോ എന്നുള്ളതിന്റെ ഒരു സമ്മറി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ GSTR 3B ഉപയോഗിക്കുന്നത്. നമുക്ക് GSTR 3B ഓപ്പൺ ചെയ്യാം. 3B ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതിന്റെ നാച്ചുറൽ വ്യൂ എന്നുള്ളതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. നമുക്ക് ഏറ്റവും കോൺഫിഗറേഷനിൽ വന്ന് ഇവിടെ ടാക്സ് ടൈപ്സ് എന്നുള്ളത് നോക്കാം. അതിനുശേഷം ഡീറ്റെയിൽഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. നമുക്ക് കുറച്ചും കൂടിയൊക്കെ ബോക്സുകൾ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അത്യാവശ്യം കുറെ കോളങ്ങൾ, കുറെ ബോക്സുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. 3B എന്ന് പറയുന്നത് നമ്മുടെ ഇൻപുട്ടിനെയും ഔട്ട്പുട്ടിനെയും തമ്മിലുള്ള കാൽക്കുലേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. നിലവിൽ എത്ര രൂപയാണ് നമ്മൾ ഗവൺമെന്റിന് ടാക്സ് ആയിട്ട് കൊടുക്കാനുണ്ടോ, അതല്ല നമുക്ക് ഇൻപുട്ട് ക്ലെയിം ചെയ്തെടുക്കാനാണോ എന്നുള്ളതിന്റെയൊക്കെ വിവരങ്ങളായിരിക്കും നമുക്ക് ഈ GSTR 3Bയുടെ ഭാഗത്ത് കാണാൻ കഴിയുക. ഓക്കെ, നിലവില് നമുക്കിതിൽ ഓരോ നോക്കാം. ടോട്ടൽ ഈ ഒരു മാസം നമ്മളുടെ വൗച്ചറുകൾ എന്ന് പറയുന്നത് 32 നമ്മുടെ റിട്ടേണിൽ 14 വൗച്ചറുകളാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, 18 വൗച്ചറുകൾ നിലവിൽ ഇതിൽ ഉൾപ്പെടാത്ത വൗച്ചറുകളാണ്. മിസ്മാച്ച് ആയ ഒരു വൗച്ചറുകളും നമുക്കിവിടെ ഇല്ല എന്നുള്ളത് കാണാൻ പറ്റും. നിലവിൽ മിസ്മാച്ചുകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് എഡിറ്റ് ചെയ്തതിനു ശേഷം മാത്രമാണ് നമ്മൾ 3Bയുടെ മറ്റു കാര്യങ്ങളെ ഫൈനലൈസ് ചെയ്യേണ്ടത്. ഇവിടെ ഔട്ട്വേർഡ് സപ്ലൈസ് എന്നുള്ള ഹെഡിലാണ് ലോക്കൽ സെയിൽ എന്ന് കാണാൻ കഴിയുന്നത്. ഏറ്റവും ടോപ്പിൽ നമുക്ക് ഔട്ട്വേർഡ് സപ്ലൈസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഏറ്റവും അടിയിൽ വന്നാൽ ഇൻവേർഡ് സപ്ലൈസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഔട്ട്വേർഡ് എന്ന് പറയാൻ നമുക്കറിയാം സെയിലുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഔട്ട്വേർഡ് എന്നുള്ള ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുക. ഇൻവേർഡ് എന്ന് പറയുന്നാൽ സ്ഥാപനത്തിനകത്തേക്ക് വന്നതിന്റെ ഡീറ്റെയിൽസുകളായിരിക്കും ഇൻവേർഡ് എന്നുള്ള ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും. നമുക്കറിയാം ഇവിടെ ടാക്സബിൾ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതില് ഇത്ര ലോക്കൽ സെയിലിൽ ടാക്സബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടാവും. ഇനി എക്സംപ്ഷൻ, അതായത് എക്സംപ്റ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് വേറെ കാണാൻ പറ്റും. നിൽ റേറ്റഡ് ആയിട്ടുള്ളതുണ്ടെങ്കിൽ അതിനെ നമുക്ക് വേറെ കാണാൻ പറ്റും. ഇങ്ങനെ ഈ സെയിൽസ്, ലോക്കൽ സെയിൽസ് എന്നുള്ള ഭാഗത്തിൽ നമ്മൾ സെയിൽ ചെയ്തതിന്റെ ഓരോ ഹെഡുകളും നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ഓക്കെ, ഇവിടെ നമുക്കറിയാം ടോട്ടൽ അതിന്റെ ടാക്സബിൾ വാല്യൂ എത്രയാണ് വന്നിട്ടുണ്ട്, CGST, SGST എത്രയാണെന്നുണ്ട്. ഇന്റഗ്രേറ്റഡ് ടാക്സ് ഉണ്ടെങ്കിൽ ആ ടാക്സിന്റെ വിവരങ്ങളും നമുക്ക് അവിടെ ഉണ്ടാവും. തൊട്ടതായ ഇന്റർസ്റ്റേറ്റ് സെയിൽ എന്നുള്ളതുണ്ട്. ലോക്കൽ സെയിൽ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻട്രാ സ്റ്റേറ്റ് സെയിലുകളെയാണ്. അതായത് കേരളത്തിനകത്ത് നടന്ന സെയിൽസിനെയാണ് നമ്മൾ ലോക്കൽ സെയിൽസ് എന്ന് പറയുന്നത്. നമ്മൾ ഇന്റർസ്റ്റേറ്റ് സെയിലുകൾ, കേരളത്തിന്റെ പുറത്തേക്ക് സെയിൽ ചെയ്തതിന്റെ വിവരങ്ങളും നമുക്ക് തൊട്ടതായ കാണാൻ കഴിയും. ഇവിടെ IGST എന്നുള്ള കോളത്തിൽ മാത്രം എമൗണ്ട് വന്നിട്ടുണ്ടാവും. ഇനി ഇതിന്റെ ടോട്ടൽ ഔട്ട്വേർഡ് സപ്ലൈസിൽ നമ്മൾ 5,50,000 രൂപയുടെ സെയിലാണ് ചെയ്തിട്ടുള്ളത്. അതിൽ IGST ആയിട്ട് 40,815 CGST എത്രയാണ്, SGST എത്രയാണ് എന്നുള്ളതൊക്കെ കൃത്യമായി അവിടെയുണ്ട്. അപ്പൊ ഈ ഒരു മാസം നമുക്ക് ടോട്ടൽ നമ്മൾ ടാക്സ് പേ ചെയ്യാനുള്ളത് 96,960 രൂപയാണ് നമ്മൾ ടാക്സ് പേ ചെയ്യാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് തൊട്ട് താഴെ വന്നാൽ ഇൻപുട്ട് എന്നുള്ള ഭാഗം നമുക്കിവിടെ കാണാൻ കഴിയും. ഇവിടെ ഇൻവേർഡ് സപ്ലൈസിൽ ലോക്കൽ പർച്ചേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നിലവിൽ കേരളത്തിൽ നിന്ന് പർച്ചേസ് ചെയ്തതിന്റെ ഡീറ്റെയിൽസുകൾ കാണാൻ കഴിയും. തൊട്ടതായ ഇന്റർസ്റ്റേറ്റ് പർച്ചേസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. റിവേഴ്സ് ചാർജ് സപ്ലൈസ് എന്നുള്ളതിൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്തതിന്റെ വിവരങ്ങൾ ഉണ്ടായിരിക്കും. ഇങ്ങനെ ടോട്ടല് നമുക്ക് വന്നിട്ടുള്ളത് 1,52,412 ഏറ്റവും അടിഭാഗത്തായിട്ട് ടോട്ടൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്നുള്ളതിൽ നമുക്ക് 60,512 രൂപ എന്നുള്ളത് കാണാൻ കഴിയുന്നുള്ളൂ. യഥാർത്ഥത്തിൽ നമുക്ക് 1,52,412 എന്നുള്ളത് എന്തുണ്ട്, ഇൻപുട്ട് ടാക്സ് ആയിട്ട് കിട്ടാനുണ്ട്. പക്ഷെ നിലവിൽ നമുക്ക് അത്രയും ഇൻപുട്ട് ടാക്സ് കാണുന്നില്ല. അതായത് ഈ വന്ന 91,800 എന്നുള്ള എമൗണ്ടിനെ നമുക്ക് ഇൻപുട്ട് ടാക്സിൽ കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഈ ഒരു ഇൻപുട്ട് ടാക്സിനെ നമുക്ക് അവിടെ എഫക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 2 എൻട്രി കൂടി നമ്മൾ എക്സ്ട്രാ ചെയ്ത് കൊടുക്കേണ്ടി വരും. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഏറ്റവും സൈഡിലായിട്ട് Alt J നെക്കിയാൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. Alt J എന്നുള്ളത് പ്രസ് ചെയ്താൽ നമുക്കിതിലെ ടാക്സ് ഇൻക്രീസ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ജേണലിലാണ് നമ്മൾ ചെയ്യുക. 91,800 നമുക്ക് ചെയ്യാനുള്ള എമൗണ്ട്. അപ്പൊ ഞാനിവിടെ ഇൻക്രീസ് ടാക്സ് ലാബിലിറ്റി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തു. ശേഷം ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ് എന്നുള്ള ഭാഗം എടുത്തു. ഓക്കെ, ഇനി ഞാനിവിടെ IGST എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. ശേഷം ഇമ്പോർട്ട് IGST എന്നുള്ളത് കൊടുത്തു. ഡ്യൂട്ടീസ് ആൻഡ് ടാക്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഞാനിത് സേവ് ചെയ്തു. ഇനി ഞാൻ ഒരു എൻട്രി കൂടി ചെയ്യുന്നുണ്ട്.
അതിനുശേഷം ഇവിടെ ഇൻക്രീസ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അത് ചെയ്തതിന് ശേഷം ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ് സെലക്ട് ചെയ്തു. അപ്പോൾ നമ്മൾ ആ എൻട്രി ഇടുന്ന സമയത്ത് നമ്മൾ ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ് എന്നുള്ളിടത്ത് എന്ത് ചെയ്യണം, അവിടെ പെർസെൻറ്റേജ് ചോദിക്കും. ആ പെർസെൻറ്റേജിൽ നമ്മൾ 18% സെലക്ട് ചെയ്തിട്ട് 5,10,000 10% 91,800 എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഇവിടെ നമുക്ക് ആഡ് ഓർ ലെസ് GST അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ളതിൽ 91,800 എന്നുള്ളത് കാണാൻ കഴിയും. നമുക്കിവിടെ ഈ ഒരു വൗച്ചർ എടുത്താൽ നമുക്ക് ആ ഒരു എൻട്രിയെ നമ്മളിവിടെ ചെയ്ത് ഒന്ന് ജസ്റ്റ് നോക്കാം. ഇമ്പോർട്ട് ഓഫ് GST എന്നുള്ളതിൽ നമ്മളിവിടെ റേറ്റ് 18% എന്ന് കൊടുത്ത് ടാക്സബിൾ വാല്യൂ 510 കൊടുത്തതിന് ശേഷം നമ്മൾ എൻ്റർ അടിച്ച് സേവ് ചെയ്തു. ഓക്കെ, നേരത്തെ അത് ഫസ്റ്റ് എറർ സംഭവിച്ചതെന്ന് വെച്ചാൽ നമ്മളതിൽ ആ ടാക്സ് റേറ്റ് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടില്ലായിരുന്നു. ആ ടാക്സ് റേറ്റ് കൂടി നമ്മൾ എന്ത് ചെയ്യണം, ഫിക്സ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇപ്പോൾ നമുക്കിവിടെ ഏറ്റവും അടിഭാഗത്ത് വന്നാൽ ടോട്ടൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് 1,52,412 ആണ്. ടോട്ടൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 96,960 ആണ്. അപ്പൊ നമുക്ക് ഈ ഒരു മാസത്തിൽ നമുക്കറിയാം, നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. 1,52,412 കുറക്കണം 96,960, അതായത് 55,452 നമുക്ക് ഈ മാസം ഇൻപുട്ടാണ്. അതായത് ഇൻപുട്ട് അധികമായിട്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു എമൗണ്ടിനെ നമുക്ക് അടുത്ത മാസത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങോട്ട് തന്നെ ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ഒരു ക്യാഷ് ലെഡ്ജർ എന്നുള്ള കോളൊക്കെ എന്തുണ്ടാവും, ഈ GSTയുടെ സൈറ്റിൽ ഉണ്ടാവും. ഓക്കെ, അപ്പൊ അടുത്ത മാസം എന്താവും, സെറ്റ് ഓഫ് ആവും. ഈ മാസം നമ്മൾ ടാക്സ് ഗവൺമെന്റിന് കൊടുക്കാനുണ്ടാവില്ല. അടുത്ത മാസം നമ്മൾ ടാക്സ് കൊടുക്കാനുണ്ട്. അപ്പൊ ഇൻപുട്ട് 1,00,000 ഔട്ട്പുട്ട് 1,20,000 അല്ലെങ്കിൽ 1,50,000 എന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ 50,000 ശരിക്കും എന്തൊരു ടാക്സ് കൊടുക്കാനുണ്ട്. അപ്പൊ ഈ ഒരു മാസത്തെ 50,000 കൂടി അങ്ങോട്ട് പോകുമ്പോൾ എന്താവും, അത് അവിടെ സെറ്റ് ഓഫ് ആവും. അവിടെ പേ ചെയ്യാൻ ആ മാസവും ഉണ്ടാവില്ല. ഓക്കെ, അങ്ങനെ നമുക്ക് ഇൻപുട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് 3B എന്ന് പറയുന്നത്. ഈ 3Bയിൽ ഇത്രയും കോളങ്ങളാണ് പ്രധാനപ്പെട്ടുള്ളത്. അതിലും അത്യാവശ്യം ഏകദേശം കുറെ കോളങ്ങൾ നമ്മൾ എന്ത് ചെയ്യണ്ടാവും, ഈ 3B സബ്മിറ്റ് ചെയ്യുന്ന സമയത്തും നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കാണ്ടാവും. ഈ എമൗണ്ടുകളൊക്കെ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടി വരും. അങ്ങനെ എൻ്റർ ചെയ്തതിന് ശേഷം നമ്മൾ എല്ലാ മാസവും 20-ാം തീയതി എന്ത് ചെയ്യണം, 3B സബ്മിറ്റ് ചെയ്ത് കൊടുക്കണം. അതിലൂടെയാണ് ഗവൺമെന്റിന് നമ്മൾ ടാക്സ് പേ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ കൊടുക്കാനുണ്ടോ കൊടുക്കാനില്ലേ എന്നുള്ളതിനൊക്കെ കാൽക്കുലേഷൻ നടക്കുന്ന എവിടെയായിരിക്കും, 3B സബ്മിറ്റ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ കൊടുക്കുക. 3B ലേറ്റ് ആകും തോറും നമ്മൾ അതിന് ഫീ നമുക്ക് വന്നുകൊണ്ടിരിക്കും. ഓരോ ദിവസത്തിന് 50 രൂപ നമുക്ക് എന്ത് വരും, ലേറ്റ് ഫീ ആയിട്ട് ഇങ്ങനെ വരും. ഇപ്പൊ നമ്മൾ 10 ദിവസം വൈകിയാൽ നമ്മൾ 500 രൂപ എന്ത് ചെയ്യേണ്ടി വരും, ലേറ്റ് ഫീ കൂടി നമ്മൾ പേ ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് 3B സബ്മിറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, ഇത്രയാണ് GSTയുടെ ഭാഗത്ത് നമുക്ക് നോക്കാനുള്ളത്. ഇവിടെ പ്രത്യേകിച്ച് വേറെ ഒന്നും നമ്മളിവിടെ പരിചയപ്പെടുന്നില്ല. ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് E-way ബില്ലുമായി ബന്ധപ്പെട്ട അതിന്റെ റിപ്പോർട്ടാണ്. പിന്നെ KFCയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഇവിടെ വന്നാൽ നമ്മൾക്ക് KFC എത്ര കൊടുക്കാനുണ്ട് എന്നുള്ളതിന്റെ വിവരങ്ങൾ കൂടി കാണാൻ കഴിയും. ഇത്രയും വിഷയങ്ങൾ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യാനുള്ളൂ, സബ്മിറ്റ് ചെയ്യാൻ മാസത്തിൽ ടാക്സുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാനുണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു GST പ്രാക്ടീഷണർ വെച്ചുകൊണ്ട് നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ അവർക്ക് GSTR 1, GSTR 2, GSTR 3B അതുപോലെ KFCയുടെ ഈ ഒരു സമ്മറി, ഇത്രയും വിഷയങ്ങളായിരിക്കും നമ്മൾ അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാനുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് 3Bയുടെ ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് അതിന്റെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പോവാം. അടുത്ത വീഡിയോയുമായി നമ്മൾ വീണ്ടും കാണും.